അമലിലേക്ക് പോവുകയാണ്. അമൽ, ഈ കേസിന്റെ ആദ്യ നാൾ തൊട്ട് ഈ സംഭവം ഉണ്ടായ ദിവസം മുതൽ ആ സമയം മുതൽ ഇതിന് പുറകിൽ തന്നെയുള്ള ഒരു റിപ്പോർട്ടറാണ്. അമൽ, ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടതിൽ നിന്നും കാര്യങ്ങൾ കുറച്ചുകൂടി മാറുകയാണ്. ഇന്നത്തെ വാദതലങ്ങൾ വരെ മാറുന്നു, അതിന്റെ ഒരു പെർസ്പെക്റ്റീവ് മാറുന്നു. ഒരു വൈകാരിക തലത്തിൽ പിടിച്ചുകൊണ്ടാണ് ഇന്ന് കോടതിയിൽ കേട്ട വാദങ്ങൾ ഉടനീളം. എന്തു ശിക്ഷ ഗ്രീഷ്മയ്ക്ക് കിട്ടാനാണ് സാധ്യത? ഇന്ന് കോടതിയിൽ നടന്ന ഒരു നടപടിക്രമങ്ങളുടെ കൂടി ബാക്കി ആയി. എന്താണ് വാദിഭാഗത്തിന്റെ ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെ ഒക്കെ പ്രതീക്ഷ എന്താണ് ഈ കേസിൽ? ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മ, രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ രണ്ടുപേരും പ്രതികളാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. അതിൽ ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകമടക്കമുള്ള കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അത് കോടതിയിൽ തെളിയിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഇതിന് ശിക്ഷാവിധി എന്ത് എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. ഇന്നിപ്പോൾ പ്രതിഭാഗത്തിന് പറയാനുള്ള കാര്യം കോടതി കേട്ടു. രാവിലെ കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ ഗ്രീഷ്മയെയും അതോടൊപ്പം തന്നെ ഗ്രീഷ്മയുടെ അമ്മാവനെയും കോടതിയിലേക്ക് എത്തിച്ചിരുന്നു. ഷാരോണിന്റെ കുടുംബാംഗങ്ങളും ഈ കോടതി നടപടി കാണാനായി അവിടേക്ക് എത്തിയിരുന്നു. അതിനുശേഷം എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം കോടതി ഗ്രീഷ്മയോട് ചോദിച്ചു. എഴുതി തയ്യാറാക്കിയ ഒരു പേപ്പറിലുണ്ടായിരുന്ന കാര്യങ്ങൾ കോടതിക്ക് കൈമാറി. പ്രധാനമായും ഗ്രീഷ്മ ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് 24 വയസ്സുകാരിയാണ് താൻ, പഠിക്കുന്ന ഒരാളാണ്, ബിരുദാനന്തര ബിരുദമുണ്ട്, തനിക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണം, തുടർന്നും പഠിക്കേണ്ടതുണ്ട്, പരമാവധി ശിക്ഷ എന്ന് പറയുന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കരുത് എന്നുള്ളതാണ് പ്രതിഭാഗം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഷാരോണിന്റെ വധത്തിലേക്ക് നയിച്ചത് അത് ഗ്രീഷ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഷാരോൺ ബ്ലാക്ക്മെയിൽ ചെയ്തതിന്റെ ഒരു അനന്തരഫലമായിരുന്നു ഈ പറയുന്ന ഷാരോണിനെ വിഷം നൽകി കൊലപ്പെടുത്താനുള്ള ഗ്രീഷ്മയുടെ തീരുമാനം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇതൊന്നും പുതിയ വാദഗതികളല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ വിധി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ഇന്നൊക്കെ ഇതിങ്ങനെ സജീവ ചർച്ചയായി നിൽക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഈ വിവരങ്ങൾ വരുമ്പോൾ പ്രതിഭാഗം ഈ കാര്യം പറയുമ്പോൾ നമുക്കൊരു പുതിയ വാദമായി തോന്നുന്നതാണ്. പക്ഷേ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, പ്രതിഭാഗം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമം ഉണ്ടായി, നഗ്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്താൻ ശ്രമം ഉണ്ടായി എന്നൊക്കെ. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ഇന്ന് പ്രതികരിക്കുമ്പോഴും അതെല്ലാം നിഷേധിക്കുകയാണ്. മാത്രമല്ല ആ വാദങ്ങളൊന്നും തെളിയിക്കാൻ പ്രതിഭാഗത്തിന് ഈ വാദത്തിന്റെ ഇടയിൽ കഴിഞ്ഞിരുന്നുമില്ല. അതിനാൽ തന്നെ കോടതി എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഈ പ്രായമടക്കം പരിഗണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ പറയുന്ന പരമാവധി ശിക്ഷ, അതായത് തൂക്കുകയർ, അതുണ്ടാകുമോ, അതല്ല അതിൽ കുറഞ്ഞ ഏതെങ്കിലും ശിക്ഷ ഉണ്ടാകുമോ, 10 വർഷം പരമാവധി നൽകണം, അതിൽ താഴെ ഒരു ശിക്ഷ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രതിഭാഗം വാദിക്കുന്നത്. അത് കോടതി അംഗീകരിക്കുമോ? എന്തായാലും തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം എന്താണ് തീരുമാനം എന്നറിയാൻ. ശരി, അമലിലേക്ക് എത്താം. AK സ്റ്റെഫിൻ കൂടി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇന്ന് കോടതിയിൽ സ്റ്റെഫിനായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വാദം പൂർണ്ണമായും കേട്ടത് സ്റ്റെഫിനാണ്. ഇന്ന് അതായത് ഈ വലിയ രീതിയിൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേട്ടത് ഈ കഷായം, വിഷം കലർത്തിയ കഷായം, അത് ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യാനായി ഗ്രീഷ്മ വെച്ചിരുന്നതാണ്, അത് ഷാരോൺ കുടിച്ചു എന്ന വരെയുള്ള തരത്തിലുള്ള വാദങ്ങളൊക്കെ ഇന്ന് നമ്മൾ കോടതിയിൽ നിന്ന് കേട്ടു. ഇന്നുണ്ടായിട്ടുള്ള പ്രധാന വാദങ്ങൾ എന്തായിരുന്നു ഇരുവിഭാഗത്തിൻ്റെയും? അക്ഷയ, അത്യന്തം നാടകീയമായ വാദപ്രതിവാദങ്ങളായിരുന്നു ഇന്ന് കോടതിയിൽ നടന്നതെന്ന് പറയാം. കാരണം ഈ കോടതി നടപടികൾ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയും അതോടൊപ്പം തന്നെ ഗ്രീഷ്മയുടെ അമ്മാവനും കോടതിയിൽ എത്തിയിരുന്നു. ഈ വാദപ്രതിവാദങ്ങളെല്ലാം നടക്കുമ്പോൾ രണ്ടുപേരും തല കുനിച്ചിരുന്ന് കേൾക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതിനുശേഷം കോടതി ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കോടതിയിൽ ധരിപ്പിക്കാനുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു. അപ്പോഴാണ് തുടർന്ന് പഠിക്കണം, ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ്, ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത്. പ്രോസിക്യൂഷന്റെ വാദം അത്യന്തം വൈകാരികമായിരുന്നുവെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമുള്ള ആളാണ്. ഒപ്പം തന്നെ ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് ഒരു ചെറുപ്പക്കാരനെ മാത്രമല്ല, പ്രണയം എന്ന ഒരു വലിയ ആശയത്തെ കൂടിയാണ് എന്നടക്കമുള്ള വലിയ വലിയ ആശയങ്ങൾ, അത്തരം കാര്യങ്ങൾ വൈകാരികതയോടുകൂടി അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി പല വാദഗതികൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഗ്രീഷ്മയുടെ പ്രായം, വിദ്യാഭ്യാസം, മുൻപ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉന്നയിക്കപ്പെട്ടത്. ഏതായാലും ഇനി അതിൽ എന്ത് തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് അറിയാൻ നമുക്ക് ഇനി ഏതായാലും ആ ഒരു കാത്തിരിപ്പുണ്ട്. ഏതായാലും പബ്ലിക് പ്രോസിക്യൂട്ടറും അതോടൊപ്പം തന്നെ പോലീസുമെല്ലാം തികഞ്ഞ ഒരു ആത്മവിശ്വാസത്തിലാണ് പരമാവധി ശിക്ഷ പ്രതിക്ക് ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അല്ലെ രാഹുൽ പ്രതീക്ഷിക്കുന്നത്? അത് തന്നെയാണ് നമ്മോട് സംസാരിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നിർത്തുമ്പോഴും ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയുന്നത്, അതായത് ഈ കൊലപാതകം ഉണ്ടാകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഷാരോണിന്റെ ഇടപെടലുകളാണ്, ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസ് കൃത്യമായി പറഞ്ഞത് അത്തരത്തിലൊരു ബ്ലാക്ക് മെയിലിംഗ് നടന്നിട്ടില്ല. കാരണം ഷാരോണിന്റെ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചാണ് അത്തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത തരത്തിലുള്ള ഫോട്ടോകൾ ഇല്ല എന്ന് ഡിവൈഎസ്പി ജോൺസൺ ഉറപ്പിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിഭാഗം ഈ കൊലപാതകം നടന്നു എന്നുള്ള കാര്യത്തിനെ ഒരു രീതിയിലും ചലഞ്ച് ചെയ്യുന്നില്ല, മറിച്ച് ഇളവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് 4 കാരണങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, പ്രായത്തിന്റെ ആനുകൂല്യം, പഠനം.
മറ്റൊന്ന് സാഹചര്യ തെളിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവായതുകൊണ്ട് എങ്ങനെ വധശിക്ഷ നൽകാനാകും എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. മറ്റൊന്ന് ഷാരോൺ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന സാഹചര്യം. നാലാമതായി ഷാരോണിന്റെ ക്രിമിനൽ പശ്ചാത്തലം എന്ന് അവർ അവകാശപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ കൊണ്ട് ജീവപര്യന്തം ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന പ്രതിഭാഗവും മനസ്സിലാക്കുന്നുണ്ട്. പ്രതിഭാഗം പറയുന്നത് ജീവപര്യന്തമാണെങ്കിൽ തന്നെ അത് 10 വർഷമായി ഇളവ് ചെയ്യണം. അതിനുള്ള 4 കാരണങ്ങളായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ എന്തായാലും പ്രതിഭാഗം ഈ കൊലപാതകം അത് ആ ഒരു കുറ്റം സംഭവിച്ചിട്ടുണ്ട്, ഇനി ഇളവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവർ ശ്രമിച്ചത്. തീർച്ചയായിട്ടും ആ ഒരു ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നതിന് വേണ്ടി മുൻപ് ഇതുപോലെയുള്ള സമാനമായ കേസുകളിൽ ആ കേസുകളെ അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രതിഭാഗത്തിന്റെ വാദമുണ്ടായത്. ഏതായാലും ഇനി കോടതിയുടെ തീരുമാനം അറിയാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കുക. ശരി, AK സ്റ്റെഫിൻ, രാഹുൽ, ജീനാഥ്, അമൽ തേനമ്പറമ്പിൽ ഞങ്ങൾ റിപ്പോർട്ടർമാരാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് നടന്നിട്ടുള്ള നടപടിക്രമങ്ങളുടേത് ഉൾപ്പെടെ. നമുക്ക് വിഷയത്തിൽ അതിഥികളിലേക്ക് പോകാം. ഷിമോൺ രാജ്, ഷാരൂണിന്റെ സഹോദരൻ നമുക്കൊപ്പമുണ്ട്. ഒപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിനീത് കുമാറും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാറിലേക്ക് പോവുകയാണ്. സർ, സാധാരണഗതിയിൽ ഈ ശിക്ഷാവിധി പ്രസ്താവിക്കും മുൻപ് ഈ തരത്തിലുള്ള ഒരു വാദപ്രതിവാദം അത് സ്വാഭാവികമാണ്. പക്ഷെ ഇന്ന് കുറെ നേരം കോടതി ഈ വാദം കേട്ടുനിന്നു എന്നുള്ളതാണ്. ഇന്ന് നടന്നിട്ടുള്ള ഈ വാദപ്രതിവാദങ്ങളിൽ നിന്നും നടപടിക്രമങ്ങളിൽ നിന്നും പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ എത്രത്തോളമാണ് ഈ കേസിന്റെ ശിക്ഷാവിധി? പ്രോസിക്യൂഷൻ ഇന്ന് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡെത്ത് പെനാൽറ്റി ആണ് ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ കോടതിയോട് അപേക്ഷിച്ചത്. അതിന് കാരണം ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കേസാണ് എന്ന് പ്രോസിക്യൂഷന് അന്തിമഘട്ടത്തിൽ ഉത്തമ വിശ്വാസമുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് എന്നുള്ള ഒരു സാഹചര്യം ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് പ്രോസിക്യൂഷന് അവിടെ അത് നിരത്താൻ കഴിഞ്ഞു. അത് വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു അങ്ങേയറ്റം പൈശാചികമായിട്ടുള്ളൊരു ആക്രമണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലപാതകമാണ് ആസൂത്രണം ചെയ്ത് നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഓരോ നാൾ വഴികൾ പരിശോധിച്ച് കഴിഞ്ഞാലും അത് നമുക്ക് വളരെ വ്യക്തമാകുന്നതാണ്. കാരണം ഏകദേശം 4 മാസത്തോളം വളരെ അങ്ങേറ്റത്തെ ഒരു നല്ല തയ്യാറെടുപ്പുകൾ, ഒരു മുന്നൊരുക്കം നടത്തി ആണ് ഗ്രീഷ്മ അത് നടപ്പിലാക്കിയത്. അപ്പോൾ ആ മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ട് ആദ്യം വിശ്വാസം ആർജിക്കണമായിരുന്നു. അപ്പോൾ ആ വിശ്വാസമെല്ലാം ആർജിച്ചതിന് ശേഷം താലി കെട്ടിച്ച് അത് ആലോചിക്കണം ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ആ അത്രയധികം ഡിറ്റർമിൻഡ് ആയിട്ട് ഈ സ്നേഹം അല്ലെങ്കിൽ ഒരു പ്രണയം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൊല ചെയ്തുകൊണ്ടാണ് ഈ ഷാരോൺ രാജിനെ ഒരു ഇരയാക്കി മാറ്റി അതിലേക്ക് അടുപ്പിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തി ആ കൊലപാതകം നടത്തിയത്. അപ്പം ആ ഒരു പ്രണയം എന്ന ഒരു അങ്ങേയറ്റത്തെ ഒരു പരിഭാവനമായിട്ടുള്ള ഒരു കൺസെപ്റ്റിനെയും മനുഷ്യൻ്റെ മനസ്സിൽ നടത്തി, കൂടാതെ അതുപയോഗിച്ച് ഷാരോണിനെയും വകവരുത്തി എന്നുള്ളതാണ്. അതിലേക്ക് വേണ്ടിയിട്ട് വളരെയധികം പ്ലാൻ ചെയ്ത് മെറ്റിക്കുലസ് ആയിട്ട്, കാരണം ഈ കുട്ടി വളരെ കോടതിയിൽ പറഞ്ഞതുപോലെ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തു. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അങ്ങേറ്റത്തെ ഒരു ഉന്നത ബിരുദം അതിനുണ്ട്, ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നോളജും കൂടാതെ തന്നെ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയിലും നല്ല നോളജ് ഉള്ള ഒരു കുട്ടിയാണ് ഗ്രീഷ്മ. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയത് എങ്ങനെയെല്ലാം ഷാരോണിനെ ഇഞ്ചിഞ്ചായിട്ട് അല്ലെങ്കിൽ സമയമെടുത്ത് ഏകദേശം 15 ദിവസത്തിനകത്ത് ഉള്ള കാലയളവിൽ ഓരോ അവയവങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നൊക്കെ പഠിച്ചിട്ട് വെബ് സെർച്ച് നടത്തി പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത്. അപ്പോൾ ഈ ചുണ്ടിൻ്റെ ഓരോ സെല്ല് മുതൽ ശരീരത്തിലെ മുഴുവൻ ഇൻഡസ്ട്രിനൽ ഒരു എലമെൻ്ററി കനാൽ ഉൾപ്പെടെ മുഴുവൻ ഭാഗവും ബ്ലീഡ് ചെയ്ത് അതിക്രൂരമായിട്ട് അല്ലെങ്കിൽ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ അനുഭവിച്ചാണ് ഈ ഷാരോൺ കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പെട്ടെന്നൊരു ഇൻസിഡൻ്റലായിട്ടോ അല്ലെങ്കിൽ ആക്സിഡൻ്റലായിട്ടോ സംഭവിച്ച ഒരു കാര്യമല്ല. ഇത് വളരെ പ്ലാൻ ചെയ്ത് 4 മാസത്തെ കാലയളവെടുത്ത് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണ്. അപ്പോൾ അതൊരു ഒരു ബ്രൂട്ടലായിട്ട് പൈശാചികമായിട്ട് ഒരു രാക്ഷസീയമായിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ഒരാളിനെ അത് കഴിയുള്ളൂ. അപ്പോൾ അതിന് എന്തിനായിരുന്നു നല്ല ഒരു ജീവിതം തനിക്ക് കിട്ടും എന്ന് ഉള്ള ഒരു അല്ലെങ്കിൽ ഉറപ്പാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു നല്ലൊരു ചെറുപ്പക്കാരനെ ഇല്ലായ്മ ചെയ്തിട്ട് ആണ് ഇങ്ങനെ ഒരു ലക്ഷ്യം നേടിയെടുത്തത്. അതുകൊണ്ടാണ് അത് ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് ആണ് എന്ന് പ്രോസിക്യൂഷന് വാദിക്കാനായിട്ട് കഴിയുന്നത്.
അഡ്വക്കേറ്റ് വിനീത് കുമാർ, അതായത് ഈ വധശിക്ഷ എന്ന നിലയിൽ നിന്നും ഒരു പരമാവധി ശിക്ഷ എന്ന തലത്തിലേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് ഉന്നയിക്കപ്പെട്ട വാദങ്ങളിൽ പ്രധാനപ്പെട്ടതും ശ്രദ്ധ നേടിയ ഒന്നുമാണ് ഈ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് എന്ന് പറയുന്നത്. അങ്ങ് പറഞ്ഞ പോലെ തന്നെ പ്രണയബന്ധത്തിന്റെ പരിപാവനതയൊക്കെ പറ്റി അങ്ങ് പറഞ്ഞു. കോടതിയുടെ മുൻപിലേക്ക് എത്തുമ്പോൾ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തി എന്നതുപോലെ തന്നെ ഇന്ന് പക്ഷേ നമ്മൾ ഏറ്റവും ഉയർന്നു കേട്ടൊരു വാദം ഇതാണ്. അപ്പോൾ ഈ വാദങ്ങളെ, ഈ തരത്തിലുള്ള ഒരു അതിനെ എങ്ങനെയായിരിക്കും കോടതിയുടെ മുൻപാകെ വരുമ്പോൾ അതിൽ എങ്ങനെയാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ആ തരത്തിലേക്ക് വാദം ഇന്ന് നീങ്ങിയതെന്ന്? അതായത് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ശിക്ഷ കോടതി വിധിക്കുന്ന സമയത്ത് പ്രതിക്ക് ഏതെങ്കിലും ദയ അർഹിക്കുന്നുണ്ടോ എന്നുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തും. അതിനെ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയും. അതുപോലെ തന്നെ പ്രോസിക്യൂഷന് വാദിക്കാൻ കഴിയുന്നത് ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയും. കാരണം ഈ അങ്ങനെ ഇളവ് കൊടുക്കേണ്ടതല്ലെന്നും എന്നാൽ ഈ കൊലപാതകം അതിക്രൂരമായിട്ടുള്ളതാണെന്ന് ഓരോ ഗ്രേഡുണ്ട്. ആ ഗ്രേഡ് അനുസരിച്ച് അതിൻ്റെ പ്രതി ചെയ്ത ഓരോ ഘട്ടങ്ങളെയും വിലയിരുത്തുമ്പോൾ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് അവസരങ്ങളെക്കാളും അല്ലെങ്കിൽ സാഹചര്യങ്ങളെക്കാളും കൂടുതൽ ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ആണ് മുകളിൽ നിൽക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യേണ്ടതുണ്ട് കോടതി. അപ്പോൾ അത് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ആണ് മുകളിൽ നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും കോടതിക്ക് വധശിക്ഷ വിധിക്കാൻ കഴിയും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ആണ് പ്രായപരിധി, അങ്ങനെയുള്ള പല കാരണങ്ങളും അതുകൊണ്ട് ഒരു റിഫർമേഷൻ ഒരു ചാൻസ് ഉണ്ട് എന്നൊക്കെയുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള വിലയിരുത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോടതിക്ക് ജീവപര്യന്തമാക്കി കുറയ്ക്കാനും കഴിയുന്ന ഒരു ഡിസ്ക്രിഷൻ കോടതിക്കുണ്ട്. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും ഒരു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വലിയ ഒരു സ്നേഹത്തെ ഉപയോഗിച്ച് സ്നേഹത്തെ കൊല ചെയ്തുകൊണ്ടാണ് ഉപയോഗപ്പെടുത്തി ഷാരോണിനെ കൊലപാതകം നടത്തി വളരെ ഇഞ്ചിഞ്ചായിട്ട് അതിക്രൂരമായിട്ടാണ് ഈ ഷാരോണിനെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇത് വൈകാരികമായിട്ടല്ല, അത് നിയമപരമായിട്ട് തന്നെയാണ് അത് ആർഗ്യൂ ചെയ്തത്. തീർച്ചയായിട്ടും അതിന് വധശിക്ഷയ്ക്ക് അർഹയാണ് ഒന്നാം പ്രതി എന്നുള്ളത്. അപ്പോൾ പ്രതിഭാഗത്തിൻ്റെ വാദത്തെക്കുറിച്ച് ചോദിച്ചാൽ അതിൽ അങ്ങ് ചെയ്തു പോയ ഒരു കൊലയാണ്. കാരണം എന്നാണ് അവിടെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത്, ഇപ്പോൾ പ്രതിഭാഗത്തു നിന്നുള്ളൊരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും കോടതി 302 ഫൈൻഡ് ചെയ്തു, അല്ലെങ്കിൽ കൊലക്കുറ്റം ചെയ്തതാണെന്ന് ഒന്നാം പ്രതി ചെയ്തതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ അത് ഈ ഷാരോൺ രാജും ഈ ഗ്രീഷ്മയും ഒരുമിച്ച് അവരുടെ സ്വകാര്യമായിട്ട് ഒരു സാധാരണ രീതിയിൽ ഒരു മുറിയിൽ, ഒരു ലോഡ്ജ് മുറിയിൽ ഇരിക്കുന്ന ഒരു ചിത്രം അത് തന്നെ കോടതിയിൽ തെളിവായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ ഉള്ള ഷാരോൺ രാജ് ബ്ലാക്ക് മെയിലിങ്ങിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നു എന്നൊക്കെയാണ്. അത് പക്ഷേ ഒരു കാരണവശാലും അതിന്റെ ഞാൻ അങ്ങയിലേക്ക് എത്താം. അതിൽ പറ്റി ഷിമോൺ കൂടി നമുക്കൊപ്പം ഉണ്ട്. ഷിമോൺ രാജ്, ഷാരോണിന്റെ സഹോദരൻ, നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷിമോൺ, ഇന്നലെ ഈ അവസരത്തിൽ ഇതേ സമയത്ത് മാതൃഭൂമി ന്യൂസിനോട് തന്നെ ഷിമോൺ സംസാരിച്ചപ്പോൾ പൂർണ്ണ തൃപ്തനാണ്, പ്രതീക്ഷിക്കുന്നു കോടതിയിൽ വിശ്വാസമുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു ഷിമോൺ നടത്തിയിരുന്നത്. ഇന്നിപ്പോൾ നേരത്തെ വക്കീൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു, വൈകാരിക തലമല്ല, നിയമപരമായി തന്നെയാണ് വാദം ഉണ്ടായിരുന്നതെന്ന്. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ വൈകാരികതയാണോ എന്ന് ഒരുപക്ഷെ സാധാരണക്കാരന് തോന്നിയേക്കാവുന്ന തരത്തിലാണ് ഇന്ന് വാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ നിങ്ങളുടെ ഇന്നലത്തെ അതേ മാനസികാവസ്ഥ തന്നെയാണോ? മാനസാന്തരപ്പെടാൻ അവസരം നൽകണം എന്നൊക്കെയാണ് ഗ്രീഷ്മ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തത്. നിങ്ങളുടെ ഇന്നത്തെ ഒരു കോടതിയിലെ വാദപ്രതിവാദങ്ങൾ കേട്ട് കഴിഞ്ഞ ശേഷമുള്ള അങ്ങയുടെ പ്രതികരണം എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു പ്രോസിക്യൂട്ടറിൻ്റെ, അതായത് സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള വാദവും. ഞങ്ങളിത് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ പോയിൻറ്സും സാറും ബഹുമാനപ്പെട്ട കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ബഹുമാനപ്പെട്ട കോടതി ഞങ്ങൾക്ക് നീതിപൂർവമായിട്ടുള്ളൊരു വിധി തന്നെ വരും എന്നതിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതിലിപ്പോൾ വിശ്വസിച്ചിരിക്കുകയാണ് ഞങ്ങൾ ശരിക്കും. ഇന്നൊരു പക്ഷേ ഷാരോണിനെ പറ്റി നേരത്തെ അദ്ദേഹം പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഷാരോണിനെ പറ്റി, ഷാരോൺ ഈ തരത്തിൽ ഗ്രീഷ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്തു, ഗ്രീഷ്മയെ ഭീഷണിപ്പെടുത്തിയ തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് വാദങ്ങളായി മുന്നോട്ട് വെക്കുകയുണ്ടായി പ്രതിഭാഗം. അതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഇല്ല, ഒരിക്കലും ഷാരോൺ അങ്ങനെ ചെയ്യില്ല. കാരണം അവൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവൻ അവസാനം വരെയും അവളുടെ പേര് പറയാതെ വച്ചിരുന്നതും അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. കാരണം അവൻ അത്രയും സ്നേഹിച്ചിരുന്നു.
കൂടാതെ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നിലും അങ്ങനെ വന്നതായിട്ട് കോടതിയിൽ എല്ലാ ദിവസവും ഞങ്ങൾ വാദത്തിനും എല്ലാത്തിനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്ലാക്ക് മെയിലിംഗ് നടന്നതായിട്ടുള്ള ഒരു തെളിവുകളും ഒന്നും വന്നിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വ്യക്തമായിട്ടുള്ളതാണ്. അത് കൂടാതെ അവ ഒരിക്കലും ഷാരോൺ അങ്ങനെ ചെയ്യത്തില്ല എന്ന് 100% എനിക്ക് ഉറപ്പാണ്. സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ കുറേ വാദങ്ങളുണ്ടായി. അപ്പോൾ അങ്ങയുടെ സഹോദരനാണ്, അങ്ങേക്ക് എന്താണ് നടന്നതെന്നൊരു പക്ഷേ അങ്ങേക്ക് കുറച്ചുകൂടിയ കാര്യങ്ങൾ പറയാൻ പറ്റുമല്ലോ. ഷാരോണിൻ്റെ ആ തരത്തിൽ ഇവരുടെ ബന്ധമുണ്ടായിരുന്ന പ്രണയബന്ധമുണ്ടായിരുന്ന സമയത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, ശരിക്കും അവർക്ക് എന്ത് വേണോ പറയാം എന്നുള്ളത് മാത്രമേ, ആ ഒരു രീതിയിൽ മാത്രമേ അത് ചിന്തിക്കുന്നുള്ളൂ. കാരണം അങ്ങനെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ളൊരു ആളെ അല്ല എൻ്റെ അനിയൻ. ഇപ്പോൾ അതിപ്പോൾ എവിടെ പോയി ചോദിച്ചാലും, ആരുടെ അടുത്ത് ഇവിടെ നാട്ടിൽ അന്വേഷിച്ചാലും എവിടെ ചോദിച്ചാലും മനസ്സിലാവും. ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ജീവിച്ചു വന്നിരുന്ന ആൾക്കാരാണ്. മാത്രമല്ല അവളെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇപ്പോൾ ഈ ഫുള്ള് ഹിസ്റ്ററി എടുത്താലും അത് എല്ലാവർക്കും വ്യക്തമാവുന്നതാണ്. അവസാനം വരെയും അവൻ ആരടുത്തത് പറഞ്ഞതുപോലുമില്ല. അവസാനം മരിക്കുമെന്നായ നിമിഷത്തിലാണ് പപ്പയെടുത്ത് പോലും ഗ്രീഷ്മയാണിത് ചെയ്തു എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുന്നത്. അതുവരെ അവൻ അവളെ ആരടുത്തും പറഞ്ഞ് അവളെ വേദനിപ്പിക്കണം എന്നവ ഒരിക്കലും വിചാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാദം പുള്ളി അത് ഏത് രീതിയിൽ ഏത് മൈൻഡിലാണ് ചിന്തിച്ച് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് ഒട്ടും വ്യക്തമാകുന്നില്ല. എനിക്ക് ഒട്ടും യോജിക്കാനും പറ്റുന്നില്ല ശരിക്കും. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അവസാന നിമിഷവും ഗ്രീഷ്മയുടെ പേര് പറയാൻ ഷാരോൺ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അത് ഓർക്കുകയാണ്. അവസാന നിമിഷം അവസാന ഘട്ടത്തിലേക്ക് മാത്രമാണ് ആ പേര് വരെ തുറന്നു പറയുന്ന രീതിയിലേക്ക് ഷാരോൺ എത്തുകയും ചെയ്യുന്നത്. അവിടെയാണ് ഈ തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടാവുന്നതായിരിക്കുമല്ലോ ഒരു പക്ഷേ നിങ്ങളെ ഞെട്ടലൊക്കെ ഒഴിവാക്കുന്നത്. അതെ, അവസാനം വരെയും പേര് പറഞ്ഞിരുന്നില്ല. അവസാനം ഷാരോൺ മരിക്കുമെന്ന് അവന് ബോധ്യം വന്നപ്പോഴാണ് പപ്പയെടുത്ത് രാവിലെ പപ്പ ഹോസ്പിറ്റലിൽ അവന് പപ്പയെ ക്ലീനാക്കാൻ പോവാറ് ICUവിൽ. അപ്പോൾ പപ്പയെടുത്ത് എല്ലാം തുറന്നു പറഞ്ഞത്. പപ്പ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പപ്പ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയത്. അതിനുശേഷം ഒരു ഉച്ചയോടുകൂടിയാണ് ഞാൻ ഗ്രീഷ്മേനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. കുറേ ഡീറ്റെയിൽസ് എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോടതിയിൽ തെളിവായിട്ട് കൊടുത്തിട്ടുമുണ്ട്. അതൊക്കെ പരിശോധിച്ചതാണ്. അങ്ങനെയായിരുന്നു. ശരിക്കും അവൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് അവനിങ്ങനെ സംഭവിച്ചത്. ശരി, അങ്ങയിലേക്ക് ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് വിനീത് കുമാർ തുടരുന്നുണ്ട്. ശ്രീ വിനീത് കുമാർ, അതായത് നിലവിൽ ഇപ്പോൾ നമ്മൾ പറയാവുന്നത് പ്രതിഭാഗത്തിൻ്റെ വാദത്തെ ചൊല്ലിയാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ ചോദിക്കുകയും ചെയ്തത്. കാരണം കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കേട്ട് നിൽക്കുന്നത് പോലും അവർക്ക് അത്രയും ബുദ്ധിമുട്ട് പ്രയാസം ഉളവാക്കുന്നതായിരിക്കും. അതായത് സാമൂഹ്യ വിരുദ്ധൻ എന്ന തരത്തിലുള്ളൊരു പശ്ചാത്തലമുണ്ട് ഷാരോണിന്. ഒപ്പം തന്നെ ഷാരോൺ നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്തു. അതിനിടയിൽ ചെയ്തു പോയതാണ്. മാത്രമല്ല ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കഷായം കരുതി വെച്ചിരുന്നത് എന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉണ്ട്. ഇത് കോടതിയുടെ മുൻപിലേക്ക് വരുമ്പോൾ ഏത് തരത്തിൽ മുഖവിലേക്ക് എടുക്കാനാണ് സാധ്യത? ഈ ഒരു വാദത്തെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി ഈ ട്രയലിൻ്റെ സമയത്ത് ഒരിക്കലും അങ്ങനെയുള്ള ഒരു ആർഗ്യുമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാനോ അത് ഡിഫൻസ് ശ്രമിച്ചിട്ടില്ല. കാരണം ഈ ഷാരോൺ രാജ് ഒരു സാമൂഹ്യ വിരുദ്ധനാണെന്നോ അല്ലെങ്കിൽ ഷാരോൺ രാജ് ഏതെങ്കിലും കേസിലെ ഒരു പ്രതിയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഫ്ഐആറെങ്കിലും എടുത്തിട്ടുണ്ടെന്നോ പോലും ഒരു ആർഗ്യുമെൻ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അയാളൊരു വളരെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രി BSc റേഡിയോളജി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് ഇവിടെ ഷിമോൺ രാജ് പറഞ്ഞതുപോലെ ഷാരോണിനെ അങ്ങേയറ്റം പ്രണയിച്ചിരുന്നു എന്നുള്ളൊരു വലിയ കാര്യം ചെയ്തിരുന്നു. അത് തന്നെയാണ്. കാരണം അയാൾ വളരെ സിൻസിയറായിരുന്നു. അപ്പം ഷിമോൺ രാജ് പറഞ്ഞതുപോലെ ഈ മാജിസ്ട്രേറ്റിനോട് പറയുമ്പോൾ മരണമൊഴി ഷാരോൺ രാജ് കൊടുക്കുന്ന സമയത്തും, കാരണം ഈ മജിസ്ട്രേറ്റിനെ കോടതിയിൽ വിസ്തരിച്ചിരുന്നു, ഓൺലൈനിലൂടെ നമ്മൾ വീഡിയോ കോൺഫറൻസിലൂടെ വിസ്തരിച്ചിരുന്നു. അപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ മൊഴി അനുസരിച്ച് കൊടുത്ത മൊഴിയിൽ വളരെ വ്യക്തമായിട്ട് മരണമൊഴിയിൽ പറയുന്നുണ്ട്, ഈ ഗ്രീഷ്മ കൂട്ടുകാരി എനിക്ക് തന്ന ഗ്ലാസ്സിൽ ഒഴിച്ചു വച്ച ആ കഷായമാണ് ഞാനെടുത്ത് കുടിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ അത് ഗ്രീഷ്മയും അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആ ഭാഗം.
എന്തായാലും അപ്പോൾ ഈ ഒരു സ്നേഹം നടിച്ച് സ്നേഹത്തിനെ ഒരു ടൂളാക്കി എടുത്തിട്ടാണ് അവിടെ ആ ചതിയിലൂടെ വീട്ടിലേക്ക് വരുത്തിയിട്ട് പിന്നെ മറ്റൊരു ചതിയിലൂടെ ഇത് കഷായ ചാലഞ്ച് കുടിച്ച് കാണിക്കാവോ എന്നുള്ള രീതിയിൽ എടുത്തു കൊടുക്കുകയും കഷായം കയ്പാണ്, അത് കാരണം അതിൻ്റെ കയ്പാണ് ഈ പോയിസണ് എന്നുള്ളത് മാസ്ക് ചെയ്യും. അപ്പോൾ കഷായത്തിൻ്റെ കയ്പാണ് ഈ പോയിസൻ്റെ അല്ല എന്നുള്ളത് തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാണ് സ്നേഹത്തെ ഒരു ടൂളാക്കി അതിനെ കൊല ചെയ്തിട്ടാണ് ഷാരോണിനെ കൊല ചെയ്തിരിക്കുന്നത്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. അത്രയധികം പറഞ്ഞു. മജിസ്ട്രേറ്റ് ചോദിച്ചിട്ട് ആരോടെങ്കിലും പരാതിയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും എനിക്ക് പരാതിയില്ല. എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം വരെയും അയാൾ രക്ഷപ്പെടും എന്നുള്ള, അതായത് 22-ാം തീയതി ഈ 22/10/2022 ഷാരോൺ രാജിൻ്റെ പപ്പയോട് പറയുന്നത് വരെയും അയാൾ ജീവിച്ചിരിക്കും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരുമെന്നുള്ള ഒരു തോന്നൽ അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താനിപ്പോൾ പരാതി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേസെടുക്കുകയും മജിസ്ട്രേറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കുകയും ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും എന്നുള്ളത് ഷാരോൺ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് എനിക്ക് പരാതിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അവസാന നിമിഷം മരിച്ചു പോകുമെന്ന്, കാരണം ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ എത്താത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം അതിനകത്ത് ഉണ്ടായി. കാരണം മെഡിക്കൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഷാരോണിന് മനസ്സിലാവുന്നു താൻ ഇനി രക്ഷപ്പെടത്തില്ല എന്ന്. അപ്പോഴാണ് പപ്പയോട് കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാനിനി രക്ഷപ്പെടില്ല പപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് എന്തോ മാരകമായിട്ടുള്ള വസ്തു എനിക്ക് കഷായത്തിൽ കലക്കി ഗ്രീഷ്മ തന്നു, അതിനുശേഷമാണ് പപ്പ എനിക്കിങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞുകൊണ്ട് കരയുകയായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം വരെ എത്തിയപ്പോൾ തെളിവുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ഗ്രീഷ്മയെ അത്രയധികം അയാൾ പ്രണയിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആണ് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഒരു അങ്ങേയറ്റം നിഷ്ഠൂരമായിട്ടുള്ള ഒരു രാക്ഷസീയമായിട്ടുള്ളൊരു കൊലപാതകമായിരുന്നു ഇത്. അതായത് അങ്ങ് ഈ പറഞ്ഞതുപോലെ തന്നെ തെളിവുകളുടെ കാര്യമാണ്. ഇനി സാഹചര്യ തെളിവുകളുണ്ട്, പക്ഷേ ഈ കൊലപ്പെടുത്തിയത് ഗ്രീഷ്മയാണെന്നതിനൊരു സ്ട്രോങ് എവിഡൻസ് ഇല്ലാത്തത് ഈ കേസിൽ ഒരു പ്രശ്നമാകുമോ? അത് എങ്ങനെയായിരിക്കും ഈ വിധി പ്രസ്താവം വരുമ്പോൾ, അതായത് ശിക്ഷാവിധി കോടതി പ്രസ്താവിക്കുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും സ്വാധീനിക്കാൻ പോവുക എന്നുള്ളതാണ്? ഇല്ല, ആ ഭാഗങ്ങൾ ആക്ച്വലി കഴിഞ്ഞു. കാരണം ഈ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഇതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സുപ്രീം കോടതി തന്നെ എത്രയോ കേസുകളിൽ, പ്രമാദമായ കേസുകളിൽ പറഞ്ഞിട്ടുണ്ട്, മാൻ മേ ലൈ ബട്ട് സർക്കംസ്റ്റാൻസസ് വിൽ നെവർ. സാഹചര്യം ഒരിക്കലും കള്ളം പറയില്ല, മനുഷ്യൻ കള്ളം പറഞ്ഞാലും. ഇങ്ങനെ ഒരു വലിയൊരു ഒരു ആപ്തവാക്യമുണ്ട്. അപ്പോൾ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം അങ്ങേയറ്റത്തെ വിശ്വാസയോഗ്യമായ വിശ്വസനീയമായിട്ടുള്ള ഒരു സാഹചര്യം, ഓരോ മുത്തുകളായി സാഹചര്യങ്ങളെ കോർത്തിണക്കി എടുത്ത് ഒരു കേസ് നമുക്ക് കൃത്യമായും തെളിവുകൾ കോടതിയിൽ കൊടുത്താൽ ആ തെളിവുകളെ കോർത്തിണക്കി എടുത്ത് വാദിക്കുമ്പോൾ അത് പ്രതിയിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കോടതി അംഗീകരിക്കുകയും അംഗീകരിച്ചിട്ട് വധശിക്ഷ ഉൾപ്പെടെയുള്ള കേസുകൾ അല്ലെങ്കിൽ ശിക്ഷകൾ കൊടുക്കാമെന്നുള്ള സുപ്രീം കോടതി വിധികളുമുണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഇപ്പം അതായത് ഈ സംഭവം നടന്ന തീയതിയിൽ 14/10/2022 10 മണിയോടുകൂടി ഷാരോൺ ഈ രണ്ടാം സാക്ഷി റജിനുമായിട്ട് ആ വീടിൻ്റെ മുന്നിലെത്തിയിട്ട് ഷാരോൺ ആ വീടിനകത്തേക്ക് കയറിപ്പോയതുവരെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം ഗ്രീഷ്മ എഴുതി കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് അതിനകത്ത് ഷാരോൺ ഉണ്ടായിരുന്നു എന്ന് ഗ്രീഷ്മ തന്നെ സമ്മതിക്കുന്നു. പിന്നെ കൂടാതെ തിരികെ ഇറങ്ങി 20 മിനിറ്റിന് ശേഷം ഇറങ്ങി വരുമ്പോൾ ഷാരോൺ പച്ച നിറത്തിൽ ഛർദ്ദിച്ചുകൊണ്ട് വരുന്നത് ഈ സുഹൃത്ത് റജിൻ കാണുകയാണ്. അപ്പോൾ അതിനകത്ത് സംഭവിച്ചത് ഇനി അതിനകത്ത് ആരും ദൃക്സാക്ഷികൾ തന്നെ ഇതിനകത്ത് വേണ്ട. ഈ സാഹചര്യങ്ങൾ വളരെ കൃത്യമായിട്ടും വളരെ വ്യക്തമാണ്. പിന്നെ 3 തവണ ഛർദ്ദിക്കുന്ന സമയത്ത് പച്ച നിറത്തിൽ ഛർദ്ദിക്കുമ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു. അപ്പോൾ ആ കൂട്ടുകാരനെ അങ്ങേയറ്റം വിശ്വസിച്ചിട്ട് രജിനോട് ഇയാൾ മനസ്സ് തുറന്ന് പറഞ്ഞു, അവൾ ചതിച്ചട എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു വലിയൊരു പീസ് ഓഫ് എവിഡൻസ് ആയിട്ട് കോടതിയിൽ തെളിഞ്ഞു വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ദൃക്സാക്ഷി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രീഷ്മയല്ല ഇത് കൊടുത്തത് എന്ന് വാദിക്കാനൊന്നും കഴിയില്ല എന്ന് മാത്രമല്ല പ്രോസിക്യൂഷനും തെളിയിച്ചു. കൂടാതെ വാദിഭാഗവും തെളിയിച്ചു. അവിടെ കഷായത്തിൽ വിഷം കലർത്തി വെച്ചിരുന്നത് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അത് മുഖം കഴുകാൻ പോയപ്പോൾ ഷാരോൺ എടുത്ത് കുടിച്ചു എന്ന നിലയിലേക്കായില്ലേ. പിന്നെ ഇതിനകത്ത് എന്താ കൂടുതൽ അതിനകത്ത് വരേണ്ടത്? അപ്പോൾ ആ ഒരു സാഹചര്യം അതിനകത്ത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു കേസാണിത്. ഗ്രീഷ്മയിലേക്ക് മാത്രമാണത് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അതെല്ലാം കോടതി കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ശിക്ഷാ പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതുകൊണ്ട് അതിനെപ്പറ്റി യഥാർത്ഥത്തിൽ നമുക്കൊരു ചർച്ച പോലും ആവശ്യമില്ല ഇനി.